പ്രിയമുള്ളവരെ, സ്മൈൽ ഈവനിങ്. ഞാൻ ഗവാനിയ. എല്ലാവർക്കും നല്ലൊരു ശുഭസായാഹ്നം നേരുന്നു. ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പേഴ്സണൽ ട്രെയിനിങ്സും ലൈക്ക് പേഴ്സണൽ ഹീലിംഗ് സെഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്. ഒരുപാട് പേര് ടെസ്റ്റിമോണിയൽസ്, ധാരാളം ടെസ്റ്റിമോണിയൽസ് ഞങ്ങൾക്ക് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഹാപ്പിനെസ്, അവരുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് ഒരുപാട് മുന്നേറ്റം കിട്ടി, ഇപ്പൊ വളരെ ഹാപ്പി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കുന്നു എന്നുള്ളതിന്റെ ടെസ്റ്റിമോണിയൽസ് ധാരാളം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. സോ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ഇന്നത്തെ സെഷനിലേക്ക് അൻവർ സംചേട്ടനെ ക്ഷണിക്കുകയാണ്. താങ്ക് യു. സ്മൈൽ ഈവനിങ് ടു ആൾ. എല്ലാവരെയും ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കുറച്ച് ഒരു വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുള്ളതും നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു സംഭവമാണ് സമാധാനം എന്നുള്ളത്. കാംനെസ് എന്നാണ് ശരിക്കും അതിന്റെ കാംനെസ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷിൽ പറയുന്നത്. കാംനെസ് എന്നാണ് സമാധാനം, പീസ്, ശാന്തി, സലാം എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സത്യത്തില് എല്ലാ മനുഷ്യരും ഈ ലോകത്ത് ജനിച്ച് വീഴുന്നത് തന്നെ വളരെ സമാധാനത്തോടു കൂടിയാണ്. എല്ലാ മനുഷ്യരും ജനിച്ചു വീഴുന്നത് സമാധാനത്തോടു കൂടിയാണ്. അതായത് റിയൽ കാംനെസ് എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയുടെ ഒരു സാഹചര്യമാണ് ശരിക്കും പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ഒരു കാംനെസ് എന്ന് പറയാം. വേറെ തരത്തിൽ പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജനിക്കുന്നത് എല്ലാവരും ശാന്തിയോടു കൂടിയാണ്, സമാധാനത്തോടു കൂടിയാണ്. പിന്നീടുണ്ടാവുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ അതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കുന്ന, അതിൽ നിന്നും അബ്സോർബ് ചെയ്തെടുക്കുന്ന, അതിൽ നിന്നും ശരീരത്തിന്റെയും മനസ്സിന്റെയും ഉള്ളിലേക്കെടുക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് അസമാധാനത്തിലേക്ക് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ അത്ഭുതകരമായ ഒരു ലോകത്താണ്. വളരെ ശാന്തിയും സമാധാനവും ഒക്കെയുള്ള ശാന്തിയുണ്ട്, സമാധാനമുണ്ട്. അതുപോലെ തന്നെ ഈ ലോകത്ത് വളരെ അധികം അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോകത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും പല ആളുകളെ സംബന്ധിച്ചിടത്തോളം, നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം സമാധാനപൂർവമായ ഒരു ജീവിതം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു പ്രതീക്ഷയോ അല്ലെങ്കിൽ ആഗ്രഹമോ ആയി നിലനിൽക്കുന്നു എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിലേക്ക് എത്തിപ്പെടാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു ചർച്ചയാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. സമാധാനപൂർണമായ ഒരു ജീവിതമാണ് ആവശ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ യെസ് അടിച്ചേ. യെസ് എന്ന് ചാറ്റ് ബോക്സിൽ യെസ് അടിക്കാം. എനിക്ക് വേണ്ടത് വളരെ സമാധാനപൂർണമായ ഒരു ജീവിതമാണ്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യെസ്. ഓക്കെ, യെസ്. അനീസ് യെസ്. മുഹമ്മദ് സിയാൻ യെസ്. യെസ്. ഫർഹ യെസ്. യെസ്. ഫൈഹ യെസ്. നൗഷാദ് എം സി യെസ്. ഓക്കെ. ഓക്കെ, ഫൗസിയ യെസ്. നൗഫൽ അബ്ദുൽ ഹമീദ് യെസ്. വെരി ഗുഡ്. ഇനിയും കുറെ യെസ് വരാറുണ്ട്. ഇത് നമ്മളൊരു അക്നോളജ്മെന്റ് കൂടിയാണ്. നമുക്കത് വേണം. ഒരു ഇന്റൻഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യണമെന്നുള്ള ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ ഒരു ഉദ്ദേശം
ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. അപ്പൊ നമ്മൾ അത് അക്നോളജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോ സമാധാനം എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്റ്റേറ്റ് ആണ്. ക്ലിയർ ആവുണ്ടോ? ഒരു അവസ്ഥയാണ് ശരിക്ക് പീസ് അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അറിയാൻ കഴിയും, കുട്ടികളുടെയൊക്കെ സ്മൈലി ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും, കുട്ടികളുടെയൊക്കെ അതുപോലെ തന്നെ ഇമോഷൻസിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും, കുട്ടികളുടെ ഓരോ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും, ആ ഒരു കാംനെസ് അവരെ എങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി എടുക്കുന്ന നമ്മുടെ തൊഴിലിടങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മളുമായി സംവദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോടുള്ള ഇടപെടലുകളിൽ, ഇതിലെല്ലാം നമുക്ക് ഈ കാംനെസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വേറൊരു ഘട്ടം എന്ന് പറയുന്നത്, ലോകത്ത് ഒരുപാട് കൂട്ടായ്മകൾ ഉണ്ടാകുന്നു. ഈ കാംനെസ് അല്ലെങ്കിൽ ഈ പീസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ കൂടിച്ചേരുന്നു. ആ ആളുകൾ കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നു. ലക്ഷ്യം ലോകത്തിന്റെ സമാധാനമാണ്. ഈ കൂട്ടായ്മകളിലൊക്കെ ഇത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മകളായാലും, വ്യക്തികൾ ഒരേ ആശയക്കാർ ഒന്നിച്ചിരിക്കുന്ന കൂട്ടായ്മകളായാലും, ഒരേ ചിന്താഗതിയുള്ള ആളുകൾ ഒന്നിച്ചിരിക്കുന്ന കൂട്ടായ്മകളായാലും, ഒരു ഘട്ടം കഴിയുമ്പോൾ ആ കൂട്ടായ്മകളിൽ തന്നെ ആ സമാധാനം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടായ്മകളിൽ തന്നെ സമാധാനമില്ലായ്മ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. പല പീസ് ഫൗണ്ടേഷനുകൾ, പീസ് അസോസിയേഷനുകൾ, അല്ലെങ്കിൽ പീസ് ലക്ഷ്യമാക്കി രൂപീകരിക്കപ്പെടുന്ന കൂട്ടായ്മകൾ, ഈവൻ റിലീജിയൻ ഓർഗനൈസേഷനുകൾ, സ്പിരിച്വൽ ഓർഗനൈസേഷനുകൾ, ഇവിടേക്ക് ഒരു ഘട്ടം കഴിയുന്നതോടുകൂടി വീണ്ടും അസമാധാനത്തിലേക്ക് പോയി. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന, എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന സാധനം, ഈ ലോകത്ത് സമാധാനം എന്ന് പറയുന്ന സാധനം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മാത്രവുമല്ല, നമ്മളിൽ തന്നെ ആ സമാധാനം കുടികൊള്ളുന്നുമുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് യെസ് നിങ്ങൾ ടൈപ്പ് ചെയ്യോ. യെസ് എന്ന് ടൈപ്പ് ചെയ്യോ. യെസ് യെസ് ഓക്കെ, വെരി ഗുഡ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശരിക്കും സത്യത്തിൽ സമാധാനത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളിലാണ്. സമാധാനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കാംനെസ് എന്ന് പറയുന്നത് നിറഞ്ഞു നിൽക്കുന്നത് ഓരോ വ്യക്തികളിലാണ്. കാംനെസ് ഉള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ആ സമാധാനം സ്വന്തമായി ഫീൽ ചെയ്യുന്ന, സ്വന്തമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ കൂട്ടായ്മകളിൽ ഭിന്നതകൾ കടന്നു വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ലക്ഷ്യം ഇന്റൻഷനോട് കൂടി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും, ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന വ്യക്തികളിൽ അവരുടെ ജീവിതത്തിൽ ഈ കാംനെസ്, ഈ സമാധാനം കണ്ടുവരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. പറയുന്ന കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അപ്പോ സമാധാനത്തിന്റെ ഉറവിടം നമ്മളിലാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിൽ തന്നെ ആ കാംനെസ് എന്നുള്ള സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നതിന് വേണ്ടി നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തനത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഓരോ ചിന്തകളിൽ, ആക്ഷനുകളിൽ ഉണ്ടാവേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പോയിന്റ് വൈസ് ആയിട്ട് ഇപ്പോൾ പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നത്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫ്രണ്ട്ലി ആയിരിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഫ്രണ്ട്ഷിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഫ്രണ്ട്ലി മനോഭാവം നമ്മുടെ ഭാര്യയോടും നമ്മുടെ ഉപ്പാനോടും നമ്മുടെ ഉമ്മാനോടും അതുപോലെ തന്നെ നമ്മുടെ മക്കളോടും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ വീടുകളിൽ സമാധാനം ഉണ്ടാകുന്നു. അതേസമയം അവിടെ ഈ ഒരു ഫ്രണ്ട്ലി ഒരു സാഹചര്യം അല്ലാതെയാണ് നമ്മളെ വീടുകളിലെ സാഹചര്യമെങ്കിൽ അവിടെ ഈ സമാധാനം നഷ്ടപ്പെടുന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ അത് രൂപീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അതിന്റെ പൂർണ്ണമായ ഇതിലേക്ക് പോകാൻ നമുക്ക് സമയമില്ലെങ്കിലും അതിലേക്കുള്ള സൂചനകളാണ് ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും സക്സസ് അല്ലെങ്കിൽ വിജയം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കണം. നമ്മൾ എടുക്കുന്ന ഓരോ ആക്ഷനുകളും ഈ ലക്ഷ്യം നമ്മുടെ വിജയമായിരിക്കണം. നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു വിജയം ഉണ്ടാവണം എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം നമ്മൾ എടുക്കുന്ന ഓരോ ആക്ഷനും. ഇത് നമ്മളെ വളരെയധികം കാംനെസ്സിലേക്ക് നിലനിർത്തുന്നതിന് വേണ്ടി നമ്മെ സഹായിച്ചു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അഡാപ്റ്റബിലിറ്റിയാണ്. മലയാളത്തിൽ പറയുന്ന അനുയോജ്യതയാണ്, ഫ്ലെക്സിബിലിറ്റിയാണ്, വഴക്കമാണ്. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി പറയാനുണ്ട്. ഫ്ലെക്സിബിലിറ്റി, വഴക്കം എന്ന് പറയുമ്പോൾ നമ്മളൊരു ജീവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ നമ്മൾ ഓരോ കാര്യങ്ങളിലും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുക. അതിനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ സ്വീകരിക്കുവാൻ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു നിലപാടിലേക്ക് എത്തിപ്പെടാൻ നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കുറെ ഘടകങ്ങളുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? പിന്നെ വരുന്നത് ഒരു റിതം ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ഒരു റിതം ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു റെഗുലാരിറ്റി ഉണ്ടാവണം. ഓരോ ആക്ഷൻ നമ്മൾ ഈ ലക്ഷ്യത്തോടു കൂടി എടുക്കുന്ന ഓരോ ആക്ഷനിലും കൃത്യമായ ഒരു താളം, അതായത് ഒരു കൃത്യമായ ഒരു ഒഴുക്കുണ്ടാവണം. അതുപോലെ തന്നെ അത് റെഗുലറായി ഒരു പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാക്കി അതിനെ മാറ്റേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇംപ്രൂവിങ് ആണ്. ഇംപ്രൂവിങ്, ഓരോ സ്റ്റെപ്പ് എടുക്കുന്നതും ഇംപ്രൂവിങ് ലെവലിലായിരിക്കണം. ഞാനിത് പറയുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടെ വിശദീകരിച്ച് പറയാം. നമ്മൾ എടുക്കുന്ന ഒരു ആക്ഷൻ, നമ്മൾ പറയുന്ന ഒരു വാക്ക്, നമ്മൾ എടുക്കുന്ന പ്രവർത്തനങ്ങൾ ഈ ഒരു സമൂഹത്തിൽ, നമ്മളെ കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിൽ, അതല്ലെങ്കിൽ സമൂഹത്തിൽ ഞാൻ ഈ പറഞ്ഞ ആ കാറ്റഗറിയിലേക്ക് സഹായിക്കുന്നതാണ് എങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവും. ഇതിന് ഓപ്പോസിറ്റായ പ്രവർത്തനങ്ങളാണ് നമ്മളിൽ നിന്നുണ്ടാവുന്നത് എങ്കിൽ അവിടെ സംഭവിക്കുന്നത് രണ്ട് തരത്തിലാണ്. ഒന്നുകിൽ അത് വളരെയധികം എക്സ്ട്രീം ആയിരിക്കും, അതല്ലെങ്കിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. ഇതിന് രണ്ടിന്റെയും ഇടയിലുള്ള ഒരു മധ്യമ നിലപാടിലേക്കാണ് നമ്മൾ പോവേണ്ടത്. അടുത്തത് എന്താ വെച്ചെങ്കിൽ നമ്മൾ അടുത്തത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിലീഫ് ആൻഡ് റെസ്ക്യൂ ആണ്. നമ്മുടെ ആക്ഷനോ നമ്മുടെ പ്രവൃത്തിയോ റിലീഫ് ആൻഡ് റെസ്ക്യൂ, ആശ്വാസവും രക്ഷയും ആളുകൾക്ക്, അല്ലെങ്കിൽ നമ്മളെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക്, നമ്മളെ കൂടെ കഴിയുന്ന ആളുകൾക്ക് ആശ്വാസമാകുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവരെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്.
ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും നമ്മളിലേക്ക് വന്നു ചേരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സൊല്യൂഷൻ. നമ്മൾ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു സൊല്യൂഷന് വേണ്ടിയുള്ള ആക്ഷൻ ആയിരിക്കണം, കൂടുതൽ കോംപ്ലിക്കേഷന് വേണ്ടിയുള്ള ആക്ഷൻ ആയിരിക്കരുത്. എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള, നടപ്പിലാക്കാൻ കഴിയുന്ന ആക്ഷൻ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. മാത്രമല്ല, ഫോളോയിങ് നാച്ചുറൽ റൂൾസ്, പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ആക്ഷൻ ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ നമ്മളൊരു ജീവിക്കുന്ന എക്കോളജിയുമായും നമ്മൾ ജീവിച്ചിരിക്കുന്ന സാഹചര്യങ്ങളുമായൊക്കെ വളരെ ആ റൂൾസുകൾ, അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന രാജ്യത്തുള്ള നിയമങ്ങൾ, ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ എടുക്കുന്ന ഈ ആക്ഷനുകൾ, നമ്മളെ ഈ പ്രവർത്തനങ്ങളാണ് നമ്മളിലേക്ക് അസമാധാനത്തെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ സമാധാനത്തെ കൊണ്ടുവരുന്നതും അത് തന്നെയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയറായി മനസ്സിലായി എന്നുള്ള ആളുകളും മെസ്സേജ് അടിക്കാം. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി 2-3 പോയിന്റ് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന്റെ ഒന്നാമത്തെ ഘട്ടം അവസാനിപ്പിക്കാം. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊവൈഡിങ് പീസ് ആൻഡ് കംഫർട്ട്, സാറ്റിസ്ഫാക്ഷൻ, സമാധാനവും സംതൃപ്തിയും നൽകുക. സമാധാനവും ഇപ്പൊ നമ്മളൊരു ആക്ഷൻ എടുക്കുമ്പോൾ അത് സമാധാനപൂർണമാണ്, സംതൃപ്തി സംതൃപ്തി, ആളുകളിൽ സംതൃപ്തി ഉണ്ടാക്കും, അത് നമ്മളിൽ സംതൃപ്തി ഉണ്ടാക്കും. അതുപോലെ തന്നെ ധാർമ്മികത, ഒരു മൊറാലിറ്റി ഉണ്ട് ആക്ഷനുകൾക്ക്. അതുപോലെ തന്നെ അസിസ്റ്റിംഗ് ആൻഡ് ഹെൽപ്പിംഗ്, സഹായിക്കുകയും സഹായമായിരിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിലെ സമാധാനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി നമ്മൾ എടുക്കേണ്ട ആക്ഷനുകൾ. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതെല്ലാം നമുക്ക് ആഗ്രഹമുണ്ട് എങ്കിലും അതാത് സാഹചര്യങ്ങളിൽ ഇത്തരം ആക്ഷനുകൾ എടുക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ എനിക്കറിയാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് അടിക്കാം, അല്ലെങ്കിൽ നോ അടിക്കാം. അപ്പൊ നമ്മുടെ ഇത്രയും പേര് ഈ റൂമിലുണ്ട്. ഓക്കെ, എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളിലെ ആക്ഷനുകൾ അതാത് സമയങ്ങളിൽ എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് അടിപ്പിക്കാം. നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങളുടെ ഉത്തരമാണ് എനിക്കറിയേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ എന്നടിക്കുക ചാറ്റ് ബോക്സ്. യെസ്, നോ, വെരി ഗുഡ്. യെസ് ആൾസോ ഗുഡ്. യെസ്, മോർ, കൂടുതൽ ഉത്തരങ്ങൾ ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. ഗുഡ് ഈസ് ഗുഡ്, ബാഡ് ഈസ് ഈക്വലി ഗുഡ്. യെസ്, ഓക്കെ. അപ്പൊ അവിടെ എന്താണ് അത്തരം ആക്ഷനുകൾ നമ്മൾ ആഗ്രഹിക്കുന്നു? ഞാൻ ആദ്യം പറഞ്ഞു, നമുക്കൊരു ഇന്റൻഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾ എസ് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ എൻ പറയുന്ന ആളുകളായാലും ഞാൻ മനസ്സിലാക്കുന്നത് ആ ഇന്റൻഷൻ ഓൾറെഡി നിങ്ങളിലുണ്ട് അല്ലെങ്കിൽ നമ്മളിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആ ഇന്റൻഷൻ ഓൾറെഡി ഉണ്ട് എങ്കിൽ നമുക്ക് ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടി തടസ്സങ്ങൾ എന്ത് വരുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കേണ്ടത്. ഓക്കെ, അത്തരം തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്. നമുക്ക് നമ്മളിലുള്ള വിശ്വാസം ഇല്ലായ്മയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കണം.
നമുക്ക് നമ്മോട് തന്നെ വിശ്വാസം ഉണ്ടാവണം, നമുക്ക് നമ്മോട് തന്നെ ഒരു ഇഷ്ടം ഉണ്ടാവണം, നമുക്ക് നമ്മോട് തന്നെ റെസ്പെക്റ്റ് ഉണ്ടാവണം. ക്ലിയർ ആവുന്നുണ്ടോ? നമുക്ക് നമ്മോട് തന്നെ സ്നേഹമുണ്ടാവണം, ഇഷ്ടമുണ്ടാവണം, റെസ്പെക്റ്റ് ഉണ്ടാവണം. നാം നേരത്തെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ആ പോയിന്റുകളിലൂടെയൊക്കെ കടന്നു പോകാനുള്ള പ്രാപ്തി എനിക്കുണ്ട് എന്നുള്ളത് ഞാൻ ബോധ്യപ്പെടണം. അപ്പൊ അതിന് സെൽഫ് ലവ് അല്ലെങ്കിൽ നമ്മളോട് ഇഷ്ടം കൂട്ടാൻ ആവശ്യമായ ആക്ഷനുകൾ എടുക്കുക എന്നുള്ളതാണ് അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, നമ്മൾ ഇതുവരെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള, നമ്മുടെ ലൈഫിൽ കടന്നുപോയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ സംഭവങ്ങളും ഈ അനുഭവങ്ങളുമാണ് നമ്മെ ഇത്തരം ആക്ഷനുകളിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മളിൽ നിന്നും റിമൂവ് ചെയ്യേണ്ടതുണ്ട്. നെഗറ്റീവ് ആയിട്ടുള്ള അത്തരം ഇമോഷനുകളെ നമ്മളിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ദാറ്റ് ഈസ് ഫോർഗീവ്നെസ്. ഫോർഗീവ്നെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്, നാം നമ്മോട് ഹേർട്ട് ചെയ്തിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ നമ്മോടും അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോടൊക്കെ കൃത്യമായി ഫോർഗീവ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷൻ. എല്ലാ മതങ്ങളും ആളുകളോട് പറയുന്നത് നിങ്ങൾ ഫോർഗീവ് ചെയ്യൂ എന്നാണ്. ഫോർഗീവ് ചെയ്യൂ എന്നാണ്. പുറത്തു കൊടുക്കൂ, മാപ്പാക്കി കൊടുക്കൂ. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് മാപ്പാക്കിയാൽ മാത്രമേ ദൈവം നിങ്ങൾക്ക് മാപ്പ് തരികയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് എങ്കിലും പ്രാക്ടിക്കലി നമ്മുടെ ജീവിതത്തിൽ ഈ ഫോർഗീവ്നെസ് നടക്കുന്നുണ്ടോ? എന്താണ് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പല ഇവന്റുകൾ സംഭവിക്കുന്നു. ആ സംഭവിക്കുന്ന ഇവന്റുകളെ നമ്മുടെ എന്താ പറയാ, നമ്മൾ കൃത്യമായി നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കൃത്യമായി സേവ് ചെയ്തു വെക്കുന്നു, ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്തു വെക്കുന്നു. ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള പല ഇവന്റുകൾ വരുമ്പോൾ അപ്പോഴെല്ലാം ഈ ആദ്യമുണ്ടായ ആ സംഭവം നമ്മളിൽ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ബഹിർഗമനങ്ങൾ, അതിന്റെ ഓളങ്ങൾ, അതിന്റെ ഇമോഷണൽ ആയിട്ടുള്ള വൈബ്രേഷൻസ് നമ്മുടെ ആക്ഷനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ കാര്യം പോകുന്നതോടുകൂടി അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഇമോഷൻസിനെ വരെ നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് സ്വീകരിക്കാത്ത അവസ്ഥയിലേക്ക് വരും. ദാറ്റ് ഈസ് കാംനെസ് അഥവാ പീസ് എന്ന് പറയുന്ന അവസ്ഥ. അവിടെയാണ് നമുക്ക് പീസ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഫോർഗീവ്നെസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് ഒരുപാട് ടൂളുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെ സിനർജി തന്നെ ഫോർഗീവ്നെസ് 21 ദിവസത്തെ 21 days ഫോർഗീവ്നെസ് പ്രാക്ടീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലുള്ള കോഴ്സുകൾ നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫോർഗീവ്നെസ്. ഫോർഗീവ്നെസ് ഈക്വൽ ടു കാംനെസ് ആണ്, പീസ് ആണ്. ഈ ഫോർഗീവ്നെസ് ഇല്ലായ്മ കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒരുപാട് അസ്വസ്ഥതകൾ, ഒരുപാട് ഡിസീസുകൾ, ഒരുപാട് അസുഖങ്ങൾ പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവങ്ങൾ എവിടെയെങ്കിലും സംഭവിക്കുമ്പോൾ അത് നമ്മെ കണക്ട് ചെയ്യുന്നു. അപ്പൊ പാസ്റ്റ് ഇവന്റ്സുമായിട്ട് ഫോർഗീവ് ചെയ്തുകൊണ്ട് നമ്മൾ തിരിച്ച് എങ്ങോട്ടാണ് പോകുന്നത്? റിവേഴ്സ് ആയിട്ട് നമ്മളെ ഏറ്റവും പ്യൂറായി നമ്മൾ ജനിച്ച ആ പ്യൂരിറ്റിയിലേക്ക് തിരിച്ചു പോകും. പല മതങ്ങളിലും ചില കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവർ പറയുന്നു നിങ്ങൾ കുട്ടികളുടെ പോലെയാകുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? എല്ലാം ഫോർഗീവ് ചെയ്യുന്നു, എല്ലാവരോടും പൊറുക്കുന്നു, ഈ ലോകത്ത് ചെയ്തു പോയ പാപങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കുന്നു,
എന്നിട്ട് വീണ്ടും ഇപ്പോൾ ജനിച്ച കുട്ടിയെ പോലെ വരുന്നു. റിയൽ കാംനെസ്സിലേക്ക് എത്തുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? യെസ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ താങ്ക്ഫുൾനെസ് ആണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. നമ്മൾ ജനിക്കുന്നതും അല്ല, നമ്മുടെ ജീവൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപീകരിക്കപ്പെടുന്നത് മുതൽ നമ്മൾ ഈ ലോകത്തുനിന്ന് കടന്നു പോകുന്നത് വരെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് ഒരുപാട് ആളുകളുടെ സഹായത്തോടു കൂടിയാണ്, ഒരുപാട് ആളുകളുടെ ഹെൽപ്പോട് കൂടിയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ആ ആളുകൾക്കൊക്കെ മനസ്സ് നിറഞ്ഞ് നന്ദി അറിയിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പീസിലേക്ക് എത്താനുള്ള 3 കീ ആണ് ഞാൻ പറയുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞത് സെൽഫ് ലവ്, നമുക്ക് നമ്മോട് തന്നെ ഇഷ്ടം വേണം. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഫൊർഗീവ്നെസ്, നമ്മുടെ മനസ്സിൽ ഒരു ഭാരമായി അതല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായി നിൽക്കുന്ന എല്ലാ ഇവന്റുകളോടും വ്യക്തികളോടും സംഭവങ്ങളോടൊക്കെ നമ്മൾ ഫൊർഗീവ് ചെയ്യുന്നു, അവരെ പുറത്തു കൊടുത്ത് അവരെ മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കീ ആണ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദിയുള്ളവനായിരിക്കുക എന്നത്. അപ്പൊ ഈ നന്ദി നമ്മൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നമ്മൾ മലയാളികളെ പ്രത്യേകിച്ചുള്ള ഒരു സ്വഭാവം, ഇപ്പൊ നമ്മൾ പ്രവാസികളാവുമ്പോൾ ഇവിടെ വരുന്നതോടുകൂടി ആ സ്വഭാവത്തിൽ നമുക്ക് മാറ്റം വരും. എങ്കിൽ കൂടി നമുക്കൊരാൾ സഹായം ചെയ്തു തന്നാൽ പോലും അവരോട് നന്ദി എന്ന് എക്സ്പ്രസ് ചെയ്യുന്ന സ്വഭാവം നമുക്ക് കുറവാണ്. അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, കൃത്യമായി പ്രാക്ടീസ് ചെയ്യണം. താങ്ക് യു എന്ന് പറയണം. താങ്ക് യു നമ്മൾ പറയേണ്ടതിന്റെ ഒരു സ്റ്റെപ്പ് ഞാൻ പറയാം. നമ്മുടെ സമയം ഓക്കെ. ഏറ്റവും പ്രധാനം, നമ്മൾ രാവിലെ ഉറക്കം ഉണരുന്ന ആ നിമിഷം, നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് ആ ഉണരുന്ന നിമിഷം ആദ്യമായി ആ ഉണരാൻ നമുക്ക് സാഹചര്യമൊരുക്കിയ നമ്മുടെ സൃഷ്ടാവിനോട് അല്ലെങ്കിൽ ദൈവത്തോട് അല്ലെങ്കിൽ പ്രകൃതിയോട്, ആരാണോ എങ്ങനെയാണോ നമ്മൾ വിശ്വസിക്കുന്നത് അതിനോട് കൃത്യമായി നന്ദി പറയുക. കാരണം ഓരോ ദിവസവും രാവിലെ ഉണർന്നെഴുന്നേൽക്കാത്ത ഒരുപാട് ആളുകളെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമാണ്. അവിടെ നിന്ന് നമ്മൾ ആ നന്ദി തുടങ്ങിക്കഴിഞ്ഞാൽ, ഗ്രാറ്റിറ്റ്യൂഡ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അനങ്ങുന്നു, നമ്മളെ കാലുകൾ ചലിക്കുന്നു, നമ്മൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നു എന്ന് തുടങ്ങി ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഒരുപാട് ആളുകൾ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? അവരോടൊക്കെ താങ്ക് യു, നന്ദി എന്ന് പറഞ്ഞ് നമ്മൾ ശീലിക്കുക. ഇത് സമാധാനത്തിലേക്കുള്ള ഏറ്റവും പവർഫുൾ കീ ആണ്. നന്ദിയുള്ളവനായിരിക്കുക എന്നുള്ളത്. ഏത് മതഗ്രന്ഥങ്ങളെടുത്ത്, ഏത് സ്പിരിച്വൽ ഗ്രന്ഥങ്ങളോ എന്താ പറയാ സ്ക്രിപ്റ്റുകളോ ഒക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും നമ്പർ 1 ആയിട്ട് കാണുന്ന 3 കാര്യങ്ങളാണ് ഈ 3 കാര്യങ്ങൾ. ഓരോ സമൂഹത്തിലും ഓരോ കാലഘട്ടങ്ങളിലും ആ കാലഘട്ടങ്ങളെയൊക്കെ മാറ്റിയത് ഓരോ വ്യക്തികളായിരിക്കും. അത് നമുക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഗാന്ധിജി. ഇന്ത്യയില് സ്വാതന്ത്ര്യ സമരം 100-200 വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ഒരു വ്യക്തിയുടെ ഒരു പ്രഭാവത്തിന്റെ കേന്ദ്രീകരണത്തിലൂടെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വ്യക്തികളിലാണ് അവിടെ സ്വീകരിച്ചിട്ടുള്ള ഓരോ നിലപാടുകളും
ഈ പീസ് ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു, കാംനെസ് ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, വ്യക്തികളാണ് എപ്പോഴും സമൂഹത്തിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, കൂട്ടായ്മകളെക്കാൾ കൂടുതൽ. ആ വ്യക്തി ഓരോ കാലഘട്ടത്തിലുള്ള വിപ്ലവങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാലും അപ്പൊ അതുപോലെ തന്നെ ഒരു വ്യക്തിയായിരിക്കും അതിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ ലോകത്ത് ഒരു സിഗ്നേച്ചർ ചെയ്തു പോകണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഈ മാർക്ക് ചെയ്തു പോവാനുള്ള, സിഗ്നേച്ചർ ചെയ്തു പോകുവാനുള്ള കൃത്യമായ എല്ലാ തരത്തിലുള്ള കഴിവുകളും നൽകിയിട്ടാണ് നമ്മൾ ഈ ലോകത്തേക്ക് അയക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ യാതൊരു സംശയവുമില്ല. ഈ ലോകത്ത് സമാധാനമുണ്ട്, ഈ ലോകത്ത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കുറെ കാര്യങ്ങളുണ്ട്, ഈ ലോകത്ത് ഒരുപാട് സമ്പത്തുണ്ട്, ഈ ലോകത്ത് എന്താ പറയാ ഒരുപാട് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ആരോഗ്യമുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അത് നമ്മളിലേക്ക് വരുന്നത് നമ്മളിൽ കുടികൊള്ളുന്ന വിശ്വാസത്തിന്റെയും നമ്മളിൽ കുടികൊള്ളുന്ന ഇമോഷൻസിന്റെയും നമ്മുടെ ചിന്തകളും എല്ലാം ആണ് ഇത് നമ്മളിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ നിർണയിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പൊ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് ഈ പീസിലേക്ക്, സമാധാനത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും അവർക്ക് സമാധാനം ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ ഇത്രയും ക്ലിയർ ആണോ? യെസ്, ഓക്കെ. ഞാൻ ഈ സബ്ജക്റ്റിന്റെ അവതരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ചകളിൽ നിങ്ങൾക്ക് ചർച്ചക്കുള്ള അവസരമുണ്ട്, അപ്പോൾ പറയാം. ഗവാനിയ. അൻവരേട്ടാ, വളരെ നന്ദി, വളരെ നന്ദി. വളരെ സമാധാനപരമായ വാക്കുകളിലൂടെ എങ്ങനെയാണ് സമാധാനം ലഭിക്കുക എന്ന് വളരെ കൃത്യതയോടുകൂടിയും വ്യക്തമായും മനോഹരമായും അവതരിപ്പിച്ചതിന് വളരെ നന്ദി. പ്രിയമുള്ളവരെ, സംശയങ്ങൾ ചോദിക്കാനും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുമുള്ള സമയമാണിപ്പോ. ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യുവാണെങ്കിൽ അവരെ വിളിക്കാം, അല്ല എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ചോദിക്കാനുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലും രേഖപ്പെടുത്താം. അതിനു മുമ്പ് 2-3 അനൗൺസ്മെന്റ് ഉണ്ട്. ഫോർഗീവ്നെസ് ഓഫ് ടേസ്റ്റ് ഓഫ് ഫോർഗീവ്നെസിന്റെ ഒരു പ്രോഗ്രാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള മനസ്സിലെ വിഷമങ്ങളൊക്കെ മറ്റുള്ളവരോട് ഫോർഗീവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ എടുത്തു കളയാനുള്ളൊരു 21 ഡേയ്സിന്റെ വാട്സാപ്പ് പ്രോഗ്രാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. 17th അടുത്ത അതിന്റെ സെക്കൻഡ് ബാച്ച് 17th ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ റേക്കി ആർക്കാണെങ്കിലും ആ ഒരു അറ്റ്യൂൺമെന്റ്, ഒരു ഹീലിംഗ് എനർജി റിസീവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മളെ സമീപിക്കാന്നുള്ളതാണ്. അതുപോലെ തന്നെ പേഴ്സണൽ ബിസിനസിന്റെ ആവട്ടെ പേഴ്സണൽ ലൈഫിലാവട്ടെ ഏതെങ്കിലും തരത്തിലുള്ള പേഴ്സണൽ ഹെൽപ്പ് വേണം അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യണം, അങ്ങനെ ആവശ്യമുള്ളവർക്ക് അങ്ങനെയും സമീപിക്കാം. അതുപോലെ തന്നെ ഇനിയാഗ്രാമിന്റെ കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മൾ പുറമേ കാണിക്കുന്ന കേൾക്കാവോ? കേൾക്കാം. ഹലോ, കേൾക്കാം. ഓക്കെ. നമ്മൾ പുറമേ കാണിക്കുന്ന മുഖംമൂടികൾക്കപ്പുറം നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, നമ്മുടെ ഇന്നർ പേഴ്സണാലിറ്റി. അതിൽ തന്നെ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, നമുക്ക് കുറച്ച് ന്യൂനതകളുണ്ട്. അപ്പോൾ ആ ന്യൂനതകൾ എന്താണ്, നമ്മുടെ പേഴ്സണാലിറ്റി ഏത് തരമാണ്, അതിലെ ന്യൂനതകൾ എന്താണെന്ന് മനസ്സിലാക്കി റിഫോംഡ് ആവാനായിട്ടുള്ള എന്താ പറയുക ഒരു കോഴ്സല്ല, ഒരു ടൂളാണ് ഇനിയാഗ്രാം. അതും നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ചർച്ചകൾക്കുള്ള സമയമാണ്.
സുജോക്കിൻ്റെ ഒരു കോഴ്സ് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 25th. ഈ മാസം 25th സുജോക്ക് ഇംഗ്ലീഷ് മലയാളവും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അത് സുജോക്ക് ഹാൻഡ് ആൻഡ് ഫുട്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു ഹീലിംഗ് തെറാപ്പിയാണ്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും നമ്മളെ സമീപിക്കാം. സോ നൗ നമുക്ക് ചർച്ചകളിലോട്ട് കിടക്കാം. ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ള ഞാൻ നോക്കട്ടെ. ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് കാണാൻ സാധിക്കുന്നില്ല ഇവിടെ. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതിയാകും. ഹലോ ഹലോ കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞു. First of all, thank you this information. നൗഫൽ അബ്ദുൽ ഹമീദ് ഏട്ടാ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ചേട്ടാ ചോദിക്കാവോ? മൈക്ക് അൺമ്യൂട്ട് ആക്കിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാവോ? ഹലോ കേൾക്കാവോ? കേൾക്കാം. Okay. First of all, thank you this program. Then my question, normally forgiveness-ഉം അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ വലിയ ആൾക്കാരിൽ, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ സാർ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഗാന്ധിജി പോലെയുള്ള ആൾക്കാർ അവരുടെ ജീവിത മുഖമുദ്രയായിട്ടൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നോർമലി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞത് ഈ സെൽഫ് ലവ് എന്നുള്ള സംഭവം, അത് ആ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല പലപ്പോഴും. അത് ഞങ്ങൾ മനസ്സിലാക്കിയെടുക്കുമ്പോൾ പൊതുവെ അതൊരു സെൽഫിഷ്നെസ് ആയിട്ടോ അതല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് പൊതുവെ കാണുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ലിജൻഡ് അത്തരത്തിൽ അത് പ്രകടിപ്പിച്ചതോ അങ്ങനെ എന്തെങ്കിലും എക്സാമ്പിൾ ആയിട്ടുണ്ടോ എന്ന് അറിയാനോ? ഞാൻ പറയാം. ഓക്കെ. സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അഹങ്കാരമാണ് എന്നുള്ളതാണ് സാധാരണ നിലയിൽ. സത്യത്തിൽ സെൽഫ് ലവ് ഉള്ള ആളുകളുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് അവർ ജനങ്ങളോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെ ഒരു സെൽഫ് ലവ് ഉള്ള ഒരാളുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. സ്വന്തത്തിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്കും ഒരു നല്ല മെസ്സേജസും ഈ ലോകത്തോട് സംസാരിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ടോ നൗഫൽ? യെസ്. അപ്പോ സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ സെൽഫ് ലവിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ കഴിവുകളെ നമ്മൾ അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ്. സൗണ്ട് ക്ലിയർ അല്ലേ എന്റെ? ക്ലിയർ ആണ്. നമ്മുടെ കഴിവുകളെ നമ്മൾ അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ കഴിവുകൾ, ഇപ്പോ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിയുടെ സെൽഫ് ലവിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഗാന്ധിജി വളരെ പ്രകോപിതനായ സമയങ്ങളിൽ ഗാന്ധിജി ഫാസ്റ്റിംഗിലേക്ക് പോവുകയായിരുന്നു. ശരിയാണോ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗാന്ധിജി ഫാസ്റ്റിംഗിലേക്കാണ് പോയിരുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? പ്രകോപിതനാവുന്നതോടുകൂടി നമ്മുടെ സെൽഫ് ലവ് നഷ്ടപ്പെടുന്നു, അല്ലെ? വയലന്റ് ആയി പോകുന്നു, കാംനെസ് നഷ്ടപ്പെടുന്നു, പേഴ്സണൽ ആയിട്ടുള്ള പീസ് നഷ്ടപ്പെടുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? യെസ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇപ്പൊ നമ്മള് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പ്രവാചകന്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഇത് നമുക്ക് കൃത്യമായി കാണുമായിരുന്നു. അതിൽ ഏറ്റവും വലിയൊരു സംഭവമാണ് പ്രവാചകൻ എപ്പോഴും പുഞ്ചിരിക്കുന്ന വ്യക്തിയായിരുന്നു. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടായിരുന്നു പ്രവാചകൻ ആളുകളോട് സംസാരിച്ചിരുന്നത്. സ്വന്തം നിലപാടുകളെ എതിർക്കാൻ വരുന്ന ആളുകളോട് വരെ കാണിച്ചിരുന്നത് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ലവിന്റെ എക്സ്പ്രഷൻ ആണത്.
അതല്ലാതെ സെൽഫ് ലവ് എന്ന് പറയുന്നത് അഹങ്കാരമല്ല, കൃത്യമായ നമ്മെക്കുറിച്ച് നമ്മളോടുള്ള ഒരു അക്നോളജ്മെന്റ് ആണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഇനി ഒരു ഉദാഹരണം കൂടി പറയാം. നമ്മൾക്കുള്ളിൽ ഇപ്പൊ നമുക്ക് നമ്മോട് സ്നേഹമില്ലാതെ എങ്ങനെയാണ് നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ കഴിയുക? നമുക്ക് നമ്മോട് ഇഷ്ടമില്ലാതെ എങ്ങനെയാണ് നമുക്ക് വേറൊരാളെ ഇഷ്ടപ്പെടാൻ കഴിയുക? സത്യത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളിൽ നിറഞ്ഞ് തുളുമ്പി പോകുന്നതാണ് ശരിക്ക് മറ്റുള്ള ആളുകളിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കേണ്ടത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണ്. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് സ്വന്തം കഴിവിലുള്ള വിശ്വാസം എന്ന് കുറച്ചും കൂടി അതിനെ അതാ പറഞ്ഞു, സെൽഫായിട്ടുള്ള നമ്മുടെ കഴിവുകളിലെ വിശ്വാസം. അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ അത് കൂടുതൽ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് എന്താ വെച്ചെങ്കിൽ, നമ്മുടെ പല മുന്നോട്ട് പോക്കിനും തടസ്സമായിരിക്കുന്നത് നമ്മളെ കഴിവുകളിലുള്ള നമുക്ക് വിശ്വാസമില്ലായ്മയാണ് എന്ന് പൊതുവിൽ സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലാക്കാം. നമ്മൾ കുറച്ചുകൂടെ കാലം കുറച്ചുകൂടി പുറകിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കുട്ടികളെ സംബന്ധിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികൾക്ക് അവരുടെ ശരീരത്തിന്റെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു പെയിൻ ഉണ്ടെങ്കിൽ അത് അവർ വലുതായിട്ട് പറയുന്നുണ്ട്. എനിക്ക് ഇത്രയും വലിയൊരു സംഭവമായിട്ട് അവർ പറയും. ദാറ്റ്സ് പാർട്ട് ഓഫ് സെൽഫ് ലവ് ആണ്. ചെറിയ കാര്യങ്ങൾ തന്നെ, അതായത് അവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയായിരിക്കും. ഒരു കാലഘട്ടം കഴിയുമ്പോഴായിരിക്കും നമ്മൾ അതിനെയൊന്നും കെയർ ചെയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ കെയർ ചെയ്യാത്ത സാഹചര്യങ്ങളാണ് നമ്മൾ മറ്റുള്ള ആളുകളോടും എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഇതിലൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ, ഒരുപാട് ആളുകൾ ചിലപ്പോ ഈ 3 കാര്യങ്ങൾ ഇഷ്ടംപോലെ കേട്ട ആളുകളായിരിക്കാം. എല്ലാവരും ഇത് പല ക്ലാസ്സുകളിലായിട്ട് കേട്ടിട്ടുണ്ടാവും. സെൽഫ് ലവ് ഉണ്ട്, പിന്നെ ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ് ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ എങ്കിലും ഇത് കൃത്യമായ പ്രാക്ടീസിലേക്ക് എത്താൻ കഴിയാത്ത ഒരുപാട് ആളുകൾ ഞാൻ കാണാറുണ്ട്. ഇപ്പൊ പല ആളുകളും പല ഹെൽപ്പിനുമായി നമ്മളെ സമീപിക്കുമ്പോഴും ഇവർക്കൊക്കെ ഇതറിയാം, ഇത് വേണമെന്നും അറിയാം, ഇത് ആവശ്യമാണ് എന്നും അറിയാം, എന്നാലും പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അവിടെയാണ് ലൈഫ് കോച്ചിങ്ങിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ വേറൊരാളുടെ സഹായം അതിനായി തേടുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. പലപ്പോഴും ആളുകൾ അതിന് തയ്യാറാവാറില്ല. അപ്പൊ എവിടെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി അതിനെ അറിയുന്ന എക്സ്പേർട്ടുകളുമായി കൺസൾട്ട് ചെയ്യുകയും അവരുമായി ഡിസ്കസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായി ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. സത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സെൽഫിന്റെ അടിസ്ഥാനമായ ലെവലിൽ നമുക്ക് നീക്കുവാൻ ആവശ്യമായ പാഠങ്ങൾ നമ്മൾ ശരിക്കും നമ്മുടെ ലൈഫിലെ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളും നമ്മൾ പഠിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പഠിക്കുവാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അത്രയും കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്റെ ലൈഫിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. നമ്മൾ സ്കൂളുകളിലോ കോളേജുകളിലോ ഈവൻ പാഠശാലകളിൽ പോലും ഇത്രയും കാര്യങ്ങളെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ ഇടങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇവന്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ്സായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളത് അനുഭവിക്കുന്നു. നമ്മൾ നമ്മളെ കുട്ടികളിലേക്കും നമ്മളെ കൂടെയുള്ള ആളുകളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അവർ ഇത് വീണ്ടും മറ്റുള്ള ആളുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫീല്, ശരിക്ക് ഒരു കാംനെസ്സിലേക്ക് ഒരു വ്യക്തി എത്തുന്നതോട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൂടെ പറയാം.
കാംനെസ്സിലേക്ക് ഒരു വ്യക്തി എത്തുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സഫറിങ്സ് എല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കും. കാംനെസ്സിലുള്ള ഒരു വ്യക്തി ഒരിക്കലും സഫർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. എല്ലാ സഫറിങ്സിനെയും അതിജീവിക്കുവാനുള്ള കരുത്ത് ആ വ്യക്തി നേടിയിരിക്കും. അതിന്റെ അടിസ്ഥാനമാണ് കാംനെസ് അഥവാ ശാന്തി, അല്ലെങ്കിൽ സമാധാനം, സലാം, പീസ് എന്നൊക്കെ പറയും. ഒരു സമൂഹത്തെ തകർക്കാൻ, ഒരു വ്യക്തിയെ തകർക്കാൻ അദ്ദേഹത്തിന് അസ്വസ്ഥതകൾ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി, ആ വ്യക്തി തകരും. ഈ അസ്വസ്ഥതകളാണ് നമ്മെ തകർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അസ്വസ്ഥതകൾ എവിടെ നിന്നൊക്കെ ലഭിക്കുന്നോ ആ മേഖലകളൊക്കെ നമ്മൾ കൃത്യമായി പഠിക്കുകയും അത്തരം മേഖലകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ള ഒരു കഴിവ് നേടുകയും ചെയ്യുക. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം അതാണ്. ഈ കാംനെസ് ശരിക്ക് ഫീൽ ചെയ്യുക എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാംനെസ് ഫീൽ ചെയ്ത് അത് എൻജോയ് ചെയ്യാൻ നമുക്ക് കഴിയണം. കാംനെസ് എന്ന് പറയുന്നൊരു ഇമോഷൻ അല്ല, ഒരു സ്റ്റേറ്റ് ആണ്. ഒരു ഇമോഷൻ എന്നുള്ളത് അല്ല, സത്യത്തിൽ അത് ഒരു അവസ്ഥയാണ് ശരിക്കും. ഈ കാംനെസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും മനസ്സ്, അതുപോലെ തന്നെ ശരീരം, മനസ്സ്, അതുപോലെ തന്നെ നമ്മുടെ ആത്മാവ്, ഇതിനെ എല്ലാറ്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, ആരെന്തോ ചോദിച്ചു. താങ്ക് യു. അതെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. അൻവറേട്ട, താങ്ക് യു സോ മച്ച്. അഷ്റഫ് ചേട്ടൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ, പുള്ളി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുന്നേ എനിക്കും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. നമ്മൾ എത്ര തന്നെ പ്രാക്ടീസ് ചെയ്താലും, കാംനെസ് പ്രാക്ടീസ് ചെയ്താലും, അല്ലെങ്കിൽ നമ്മൾ ആക്ച്വലി ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ ഒരു ഇൻസിഡന്റ് സംഭവിക്കുമ്പോ നമുക്ക് ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മളത് എക്സ്പ്രസ് ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടാണ്? ലൈക്ക് ആ ഒരു സെക്കൻഡിൽ നമ്മൾ അതങ്ങ് എക്സ്പ്രസ് ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്നൊക്കെ പറയാം, ഓൾറെഡി അത്തരം സാഹചര്യങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയത് നമ്മൾ രജിസ്റ്റേർഡ് ആണെന്ന് പറയാം. ഒരു രജിസ്ട്രി അവിടെ ഉണ്ട്. അത്തരം ഇവന്റുകൾ ഓൾറെഡി ഉണ്ട്. ആ ഇവന്റുകൾ ആക്റ്റീവ് ആവുകയാണ്. എപ്പോഴെല്ലാം ഇമോഷൻ ആക്റ്റീവ് ആവുന്നു അപ്പോഴെല്ലാം നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഷട്ട് ഡൗൺ ചെയ്യും. എവിടെയാണോ ഇമോഷൻ ആക്റ്റീവ് ആവുന്നത് അവിടെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഷട്ട് ഡൗൺ ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, റിയൽ നമ്മൾ പുറത്തേക്ക് വരുന്നു. ആ റിയൽ നമ്മളിൽ സെൽഫ് ലവ് ഉണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് വരില്ല. കൃത്യമായ ഫോർഗീവ്നെസ്സിലൂടെ നമ്മൾ കടന്നുപോയ ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ ഉണ്ടാവുകയില്ല. ഇതാണ് ഇതിന്റെ പ്രത്യേകത. താങ്ക് യു ചേട്ടാ. അപ്പം താങ്ക് യു സോ മച്ച് ചേട്ടാ. ഞാൻ അഷ്റഫ് ചേട്ടൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാവോ? ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഞാൻ അഷ്റഫാണ്, സൗദി ജിദ്ദയിൽ. സർവസുന്ദരമായ സംസാര ശൈലി പറയുമ്പോലെ അവനൊക്കെ ഈ സെൽഫ് ലവ് അല്ലെങ്കിൽ ഫോർഗീവ്നെസ് എന്നൊക്കെ പറഞ്ഞത് ഒരു എന്താ പറയാ, വളരെ ലളിതമായി വിശദീകരിക്കുന്നത് പോലെ എല്ലാ ജീവിത ശൈലിയിൽ ഞാനൊക്കെ നേരിടുന്നത്. സത്യത്തിൽ ഇപ്പൊ സാറ് പറയാ, ഈ സെൽഫ് ലവ് എന്നൊക്കെ പറയുമ്പോ ചില ആളുകള് ചില പരിപാടികളിലും വീടുകളിലൊക്കെ പറയും, എനിക്ക് അത് വേണ്ട, എന്റെ ശീലം ഇതാണ്, എനിക്ക് ഇത്ര മധുരം വേണം. അവരെ കുറിച്ച് പറഞ്ഞു കേട്ടാ ഗ്ലാസ് എടുത്ത് തലക്കൊന്ന് കൊടുക്കാൻ തോന്നും. അത്രത്തോളം ഇതൊക്കെ എന്തിന്റെ പേരിൽ അതൊരു ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട് പല സമയത്തും. ഞാൻ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ശീലിച്ചു, അവൻ്റെതായ അതിങ്ങനെ പറഞ്ഞു കേട്ടാൽ അതൊക്കെ ഒരു എന്താ പറയുക ഇങ്ങനെ. അപ്പൊ അത് ആ സെൽഫ് ലവിയുടെ പരിധിയിൽ പെടൂലേ? അപ്പൊ അതൊരു നല്ല ലക്ഷണമാണോ? അത് ഞാനൊക്കെ അനുഭവിച്ചറിഞ്ഞത് വല്ലാതെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ചില ശൈലിയായിട്ടാണ്. പിന്നെ ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞത് ഏതോ ഒരു ദൈവ
കാരുണ്യമായിട്ട് കിട്ടേണ്ട ഒന്നാണ്. നമ്മൾക്കൊക്കെ എടുത്തു പറഞ്ഞ ജോലി ഫീൽഡിലൊക്കെ എന്ത് ചെയ്താലും പ്രശ്നമാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിനെ താളം തെറ്റിക്കുകയും ജീവിതയാത്രയിൽ ഒരുപാട് പ്രയാസം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ സാറുടെ അവതരണ ശൈലി കൊണ്ടെന്നാണോ എന്ന് തോന്നുന്നു, ഒരു ശാന്തി തോന്നുന്നുണ്ട്. കൂടുതൽ ക്ലാസ്സുകളിൽ ചേരാനും വിഷയങ്ങൾ അടുത്തറിയാനും താല്പര്യമുണ്ട്. ഒരുപാട് നന്ദി സാറിന്, ഒരുപാട് പ്രത്യേകിച്ച് ഒരുപാട് സ്നേഹാന്വേഷണങ്ങൾ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. എവിടെയാണ്? ജിദ്ദയിലാണ്? അത് ഞാൻ ജിദ്ദയിലാ. ഓക്കെ. എന്താണ് ജോലി ചെയ്യുന്നത്? ഞാനൊരു കമ്പ്യൂട്ടർ മാനേജർ എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെയാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. സത്യത്തില് ഇപ്പോ നേരത്തെ പറഞ്ഞ കാര്യം ശരിക്ക് സെൽഫ് ലവ് ആണ് എന്ന് നമുക്ക് തോന്നുന്നു. നമ്മളോട് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതുമായി നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഉദാഹരണം സത്യത്തിൽ അത് സെൽഫ് ലവിന്റെ ഒരു പാർട്ടാണോ? നമ്മെ ഇഷ്ടപ്പെടുകയും നമ്മളോട് ഇഷ്ടം തോന്നുകയും ചെയ്യുന്ന വ്യക്തികളിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ള ആളുകളെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. എന്റെ ഒന്ന് ഫുള്ളായിട്ട് വിടാൻ കിട്ടിയെങ്കിൽ നന്നായിരുന്നു. ഞാൻ കുറഞ്ഞ കേട്ടോളൂ. കേട്ടോളൂ. ഓക്കെ, നമ്മളിത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും ഈ പ്രോഗ്രാം. ഓക്കെ. അപ്പോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടങ്ങളെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കലല്ല സെൽഫ് ലവ് എന്ന് പറയുന്നത്. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുകയും ഞാൻ എൻ്റെ കഴിവുകളിൽ വിശ്വാസം ആർജിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അഷ്റഫ് സാർ പറഞ്ഞ കാര്യം, നമ്മളുടെ ചുറ്റുപാടത്തു നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ തരത്തിലുള്ള അനുഭവങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഈ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എനിക്ക് എൻ്റെ ഒരു ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കുന്നത്, നമ്മളിൽ കൃത്യമായ ഫൊർഗീവ്നെസ് ഉണ്ട് എങ്കിൽ അത്തരം സാഹചര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിൽ എന്താണോ ഉള്ളത് അതാണ് നമുക്ക് പുറത്ത് കാണാൻ കഴിയുക. ഈ ലോകം എങ്ങനെ ഇരിക്കുന്നു എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഈ ലോകം വളരെ സമാധാനപൂർണമാണ്, വളരെ ശാന്തിയിലാണ്, അതുപോലെ തന്നെ വളരെ അത്ഭുതം നിറഞ്ഞ ഒരു ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമ്മൾക്കുള്ളിലുള്ളതാണ് നമുക്ക് കൃത്യമായി പുറമെ കാണുവാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾക്കുള്ളിൽ ശാന്തിയും സമാധാനവും അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ അത്ഭുതങ്ങളെ തിരിച്ചറിയുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയും എല്ലാവരും നമ്മളുടെ സ്വന്തമായ ഒരു സ്നേഹം നമ്മളോടും ആ സ്നേഹം എല്ലാവരിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്കും എത്തുന്നതോടുകൂടി നമ്മെ സ്നേഹിക്കപ്പെടുന്ന, നമ്മെ സഹായിക്കുന്ന ആളുകളായിരിക്കും നമ്മളിലേക്ക് കൂടുതലായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാം. നമുക്ക് തുടർച്ചയായി ഒരു കാര്യം ജീവിതത്തിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ, അതായത് നമ്മെ തളർത്തുന്ന, നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾക്കുള്ളിൽ ഒരു മാറ്റം ആവശ്യമാണ്. ആ മാറ്റം ഉണ്ടായാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കൂ. പല അത്തരം സംഭവങ്ങളും നമ്മൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും, മേ ബി വിത്ത് അവർ അവയർനെസ് ഓർ വിത്തൗട്ട് അവയർനെസ്. ഞാൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ. വളരെ മനോഹരമായി, വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടിയും മറുപടി പറഞ്ഞു. വളരെ നന്ദി. സോ നമ്മുടെ പ്രീ വെബിനാറിനുള്ള ടൈം എക്സീഡ് ആയിരിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയാം. നമ്മൾ സിനർജി ടീം ഇങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഈ രൂപത്തിൽ വളർച്ച ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് സത്യത്തിൽ. ഒരുപാട് ആളുകൾ നമ്മുടെ ഈ പ്രോഗ്രാമുകൾക്ക് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നു.
അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള വളരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിലൊക്കെ പങ്കുചേരാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കതിൽ പങ്കുചേരാം. എല്ലാ സാറ്റർഡേയും നമ്മൾ ഇത്തരം വെബിനാറുകൾ നടത്തുന്നുണ്ട്, ആളുകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു കൂട്ടായ്മ, നമ്മുടെ ഒരു വാട്സപ്പ് ഒരു കൂട്ടായ്മ നമ്മൾ ഇതിൽ രൂപീകരിക്കുന്നുണ്ട്. സിനർജി മിസോ ലൈഫ് ആണ്. കാരണം നമുക്കിപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളിലായിട്ട് ഒരുപാട് ആളുകൾ എപ്പോഴും നമ്മോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവരൊക്കെ ഒന്ന് ഏകീകരിച്ചുകൊണ്ട് സിനർജി മിസോ ലൈഫ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഇതിന്റെ സംഘാടകർ തീരുമാനിച്ചിട്ടുള്ളത്. സിനർജി എന്ന് പറയുന്നത് സത്യത്തിൽ വിജയം അതുപോലെ സമാധാനവും ഒക്കെ ഉറപ്പിച്ചിട്ടുള്ള ഒരു ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. മിസോ എന്ന് പറയുന്നത് ഒരു കൊറിയൻ വേർഡാണ്. മിസോ മീൻസ് സ്മൈൽ ആണ്, പുഞ്ചിരിയാണ്. പുഞ്ചിരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പുഞ്ചിരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹാർമണിയാണ്. നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ആ പുഞ്ചിരി നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വളരെയധികം ഹാപ്പി ആയിരിക്കും. നമ്മൾ പറഞ്ഞ കാംനെസ്സിലേക്ക് എത്താനുള്ള ഒരു മാർഗം കൂടിയാണ് സ്മൈൽ എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നാം കാണുന്ന ആളുകളോടൊക്കെ നമ്മളൊന്ന് പുഞ്ചിരിച്ചു നോക്കും. ഒരു ദിവസം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കും. ആ ഒരു ദിവസത്തിന്റെ മാറ്റം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് കണ്ണാടിയിൽ പോയിട്ട് നമ്മോട് തന്നെ ഒന്ന് പുഞ്ചിരിച്ചു നോക്കൂ. അപ്പോൾ അറിയാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. അതാണ് മിസോ എന്ന് പറയുന്നത്. ഒരു കൊറിയൻ വേർഡാണ് സ്മൈൽ. ഓക്കെ, മിസോ ലൈഫ്. ഈ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് സിനർജി മിസോ ലൈഫ് എന്നാണ്. അതാണ് നമ്മുടെ കൂട്ടായ്മ. അപ്പൊ അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ കൂട്ടായ്മയിൽ വരുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ നിങ്ങളെ സഹായിക്കും. അതിന് പറ്റിയ നല്ല ഒരു ടീം തന്നെ ഈ സിനർജിയോടെ കൂടെയുണ്ട്. ഒരുപാട് ട്രെയിനേഴ്സ് ഈ ടീമിലുണ്ട്. അതുപോലെ തന്നെ ഇത്രയും ഇതുപോലെയുള്ള ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമുകളിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾ ഈ കൂട്ടായ്മയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നതിൽ സംശയമില്ല. അപ്പൊ നിങ്ങളോടും നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലി ആളുകളോടൊക്കെ ഇതിലേക്ക് കടന്നു വരാൻ പറയുക. അവർക്ക് സൗകര്യമുള്ള സമയങ്ങളിലൊക്കെ ഈ പ്രോഗ്രാമുകളിൽ പങ്കാളികളാവുക. നമ്മൾ 2 പ്രോഗ്രാമാണ് അതുമായി കണക്ട് ചെയ്തിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, എല്ലാ ശനിയാഴ്ചയും നടത്തി വരുന്ന ഈ ഫ്രീ വെബിനാർ. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു പ്രോഗ്രാം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചനയിലുണ്ട്. അത് എല്ലാ ആഴ്ചയിലും 1 മണിക്കൂർ ഇതിലുള്ള എക്സ്പേർട്ട് ടീം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ക്ലബ് അംഗങ്ങളുമായി സംവദിക്കാൻ റെഡി ആയിരിക്കും. അതുപോലെ അതിൽ നമുക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. ലൈഫിൽ ഉണ്ടാവുന്ന ചലഞ്ചസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിന് പേഴ്സണലായി തന്നെ ഹെൽപ്പ് ചെയ്യാൻ ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയാണ് ഇതിന്റെ സംഘാടകർ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഉള്ളത്. അപ്പൊ അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. താങ്ക് യു അൻവറേട്ട. എല്ലാം നല്ല രീതിക്ക് വിശദീകരിച്ചു. ഇതിൽ കൂടുതൽ പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇന്ന് ഈ പ്രോഗ്രാമിന് പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്മൈലോടുകൂടി നന്ദി പറയുന്നു. എല്ലാ സാറ്റർഡേയ്സും നമ്മൾ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും പങ്കെടുക്കുക. വളരെ പുഞ്ചിരിയോടുകൂടിയും സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഈ ജീവിതം മുന്നോട്ട് നയിക്കാം. താങ്ക് യു ഓൾ. ബൈ.